വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഇന്ന് എനിക്ക് ലൈവ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് രാവിലെ തന്നെ ചെറിയൊരു പണി പാളി. രാവിലെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. ഇങ്ങനെ എന്താ പറയുക, നിഫ്റ്റി മുകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇവിടെ ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇവിടുത്തെ എസ് എൽ ഇവിടെയൊക്കെ ആൾക്കാർ സെല് ചെയ്തതിൻ്റെ എസ് എൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത് ആ എസ് എല്ലിൻ്റെ ഒപ്പം കുറച്ച് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഞാൻ എൻ്റർ ചെയ്ത് ഒരു കുറച്ച് ഈ ഒരു ഹൈ എൻ്റെ മുകളിലേക്ക് വരെ എനിക്ക് പ്രോഫിറ്റ് കാണിച്ചു. എന്നിട്ട് ഒറ്റയടിക്ക് ഇത് താഴത്തേക്ക് വന്നു. ഞാൻ എസ് എല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എസ് എല്ല് എന്തായാലും ഇത് മുകളിലേക്ക് പോകുന്നതിലൊരു ഭയങ്കര കോൺഫിഡൻസിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അത് പാളി. ഞാൻ കാണിച്ചു തരാം. ഇത് 1 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഈ ഒരു ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് താഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇതിൽ എൻ്റർ ചെയ്തു. ഈ മോൾക്ക് ഒരു ഇത്ര പ്രോഫിറ്റ് കാണിച്ചു. ഈ കാണിച്ചതിൽ ഞാൻ എന്ത് ചെയ്തു, വേറൊരു പൊട്ടത്തരം കാണിച്ചു. ഞാൻ 60 ലോട്ടായിരുന്നു, 60 ക്വാണ്ടിറ്റി ആയിരുന്നു എടുത്തിരുന്നത്. ഞാൻ ഇവിടുന്ന് ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനൊരു 13 കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സെൻറ്ററിലൊക്കെ ആയിട്ടായിരുന്നു ആവറേജ് വന്നത്. ഞാൻ അതിൻ്റെ എസ് എൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എസ് എൽ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനത് വെക്കണതിൻ്റെ അടുത്തൊരൊറ്റ മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഈ വന്നത്. ഈ ഒറ്റ ഒരു മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത് ഈ ലോക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് എക്സിറ്റ് ചെയ്തു. പാനിക്കിൽ ഞാൻ അങ്ങ് എക്സിറ്റ് ചെയ്തു. അടുത്തൊരു ക്യാൻഡിൽ തന്നെ ഇതുവരെ എൻ്റെ എൻട്രി പ്രൈസ് വരെ തിരിച്ചത് പോവുകയും ചെയ്തു. ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് വിടാമെന്ന് അറിയില്ല, അതേമാതിരി ഒന്ന് പേടിപ്പിച്ച് വിട്ടു. അതിൽ ഞാൻ എസ് എൽ അല്ല, ഞാൻ മാർക്കറ്റ് ഓർഡറിൽ ഞാൻ എക്സിറ്റായി. എവിടെയോ ഞാൻ എക്സിറ്റായി. അതിൽ രാവിലെ തന്നെ നല്ലൊരു ലോസ് വന്നു എനിക്ക്. പിന്നെ ഞാൻ നല്ലൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഇവിടെ ഞാനിത് എക്സിറ്റ് ആവുന്ന ടൈമിൽ നിഫ്റ്റിയിലും ഞാൻ സെയിം പൊസിഷൻ എടുത്തിരുന്നു, മോളക്കല്ല CE പൊസിഷൻ എടുത്തിരുന്നു. അത് ഏകദേശം നമ്മൾ ടാർഗറ്റിൽ എത്തും ചെയ്ത് കണ്ടോ. ഈ ഒരു 2 ആയിരുന്നു ലെവൽ ഉണ്ടായിരുന്നത്. അതുവരെ ഇത് ഏകദേശം എത്തും ചെയ്തു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഭയങ്കര വലിയൊരു ക്യാൻഡിൽ വന്ന് ഇത് പാളിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 പൊസിഷനും മാർക്കറ്റ് ഓർഡറിൽ 2 എക്സിറ്റ് ആയി. അപ്പോൾ നിഫ്റ്റിയിൽ ഇതിൽ ചെറിയൊരു പ്രോഫിറ്റും ഒരു 800 സംതിങ് പ്രോഫിറ്റും ഉണ്ടായിരുന്നു. ഇതിൽ ഒരു 8K 9K സംതിങ് ലോസും വന്നു. കാരണം ഞാൻ മറ്റേ മുകളിലൊരു ക്വാണ്ടിറ്റിയും കൂടി ആവറേജ് ചെയ്ത് ഇട്ടത് പണിയായിട്ട് എനിക്ക് വന്നു. പിന്നെ അടുത്ത ട്രേഡ് എന്ന് പറഞ്ഞത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇത് താഴത്തേക്ക് തന്നെ പോകുന്നുണ്ട്. റീട്രേസ്മെൻറ്റ് വന്നു. പിന്നെയും ഇവിടെ താഴത്തേക്ക് ആൾക്കാർ ഇതാണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒരു ട്രേഡ് എൻ്റർ ചെയ്യാൻ നോക്കി. ജസ്റ്റ് എന്താ പറയുക, ഇവിടെ നിന്നുള്ള പൊസിഷനിൽ കുറച്ച് ലോസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. പക്ഷേ ഇതിൻ്റെയും ടാർഗറ്റ് ഭയങ്കര വലുതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റ് പറഞ്ഞാൽ നല്ല ഇതുവരെ പോകുന്ന ടാർഗറ്റായിരുന്നു. പക്ഷെ അത്രയൊന്നും അത് പോയില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രോഫിറ്റ് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിന്നപ്പോൾ ഇവിടെ സ്റ്റക്കായി നിന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതേ ടൈമിൽ നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. അതിന് രണ്ടാമത് പിന്നെയും ബ്രേക്ക് ചെയ്തു. രണ്ടാമത് പിന്നെയും ബ്രേക്ക് ചെയ്ത് ഈ താഴത്തേക്ക് വരുന്ന ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ ഞാൻ ഇതിൽ എൻ്റർ ചെയ്തു. ഇവിടെ ഈ ഒരു ഇതിൽ എൻ്റർ ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ ഇതിലും എൻ്റർ ചെയ്തു. രണ്ടിലും ടാർഗറ്റ് എന്ന് പറഞ്ഞത് 2 പോയിൻ്റ് തന്നെ. ഈ ഒരു ഹൈയിൽ ഇവിടെ ഈ ഒരു 2ഉം ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇതായിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ 2 പോയിൻ്റ് സംതിങ് ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. 2 ആയിരുന്നു ടാർഗറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ അത് നല്ല ഫോളോ ചെയ്തു. നിഫ്റ്റിയിലുണ്ടോ ഇവിടുന്ന് ഈ ഒരു കൺസോളിഡേഷനും ഈ സംഭവം ഒന്നും നിഫ്റ്റിയിൽ ഉണ്ടായിട്ടില്ല. നിഫ്റ്റിയിൽ സ്ട്രെയിറ്റ് ഫോളോ ആയിരുന്നു. അതിൽ ഞാൻ ഇത് 2 പോയിൻ്റ് എത്തിയപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും ഇങ്ങനെ സ്റ്റക്ക് അടിച്ച് നിൽക്കുകയല്ല, ഇനി രണ്ടും കൂടിയും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് രണ്ടിൻ്റെയും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രോഫിറ്റിലായിരുന്നു. പിന്നെ ഇന്നത്തെ മെയിൻ ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ ഈ ആൾക്കാരെ ട്രാപ്പ് ചെയ്ത് ഈ ഒരു സ്ഥലമല്ലേ, ഈ ഒരു ഹൈ, അത് രണ്ടാമത് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഞാനിവിടെ എൻ്റർ ചെയ്തു. ഈ റെഡ് ക്യാൻഡിൽ ഉണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തു. സെയിം ടൈം എനിക്ക് നിഫ്റ്റിയിലും എടുക്കുമായിരുന്നു. നിഫ്റ്റിയിൽ ഞാൻ എടുത്തില്ല. ഞാൻ ഇനി അഥവാ ഓപ്പോസിറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ
വെറുതെ ലോസ് കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നിഫ്റ്റിയിൽ പൊസിഷൻ എടുത്തില്ല, ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമേ പൊസിഷൻ എടുത്തുള്ളൂ. അത് നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നു. കാരണം അതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ലോയിലുള്ള ആൾക്കാരുടെ ഇവിടുന്ന് ആൾക്കാർ ട്രാപ്പ് ചെയ്ത ആൾക്കാർ ഈ ഇവിടെ കുറേ എസ് എല്ലുകൾ ഉണ്ടാവും. ഇതിൻ്റെ ഉണ്ട്, ഇവിടെ ഉണ്ട് എല്ലാവരും എസ് എൽ ഉണ്ട്. അതുകൊണ്ട് ഇതടിക്കാൻ വേണ്ടി എന്തായാലും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പിൻബാർ ക്യാൻഡിൽ തിരിച്ചു പോയി ഈ റെഡിലൊക്കെ ആയപ്പോൾ ഞാൻ ഈ നൈസിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഓവറോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡ്. അതിൽ രാവിലത്തത് ഒരു 9 ആ ലോസ് ആവറേജ് ചെയ്ത് ലോസ് ആയത് 9.6K ഉണ്ട്. പിന്നെ ഇത് നിഫ്റ്റി രാവിലെ എടുത്ത ആ സിഇൻ്റെ ഈ 9K ലോസ് വന്നതിൻ്റെ ഒപ്പം മറ്റേ നിഫ്റ്റിയിലെടുത്ത പൊസിഷനാണ് ഈ 712. പിന്നെ ഈ താഴത്തേക്കുള്ള പൊസിഷൻ ഇതും നിഫ്റ്റിയിൽ താഴത്തേക്ക് ഇവിടെ നിന്ന് എടുത്ത പൊസിഷനാണ്. താഴത്തേക്ക് നിഫ്റ്റിയിൽ എപ്പോഴും എടുത്തതാണ് ഈ പൊസിഷനാണിത്. ഇത് കുറച്ചും കൂടി റൺ ചെയ്യാൻ വിടുകയാണെന്നെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ് ആയാലും ഉണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് ഉണ്ടോ ഈ ഒരു ചെറിയൊരു പൊസിഷനിലുള്ള ഇതാണ് ഈ 1900 സംതിങ്. മെയിൻ ട്രേഡിൽ ഒരു 12,600 പ്രോഫിറ്റ് കിട്ടി ഈ ലാസ്റ്റത്തെ ഈ ഒരു ട്രേഡിൽ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5.6 ഉണ്ടാവും. 5.6K പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു രാവിലെ തന്നെ ആ പണി കിട്ടിയതിൽ ഭയങ്കര. പക്ഷേ ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു ദിവസമാണ് കേട്ടോ. ഇത് കുറേ എന്താ പറയുക മെയിൻ സപ്പോർട്ടിലൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഇതുവരെ എന്താ സംഭവം വെച്ചാൽ മുകളിലോട്ട് ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യണതല്ലായിരുന്നു ഉണ്ടായിരുന്നത്. താഴത്തുനിന്ന് ആൾക്കാരെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിച്ച് മുകളിലേക്ക് പോകുന്ന പരിപാടിയായിരുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായത്. ഈ ഒരു ഹൈ ലെവലിൽ ഒന്ന് ഇതാക്കിയിട്ട് താഴത്തേക്ക് വന്നു, പിന്നെയും ഹൈയിലേക്ക് പോകും പറഞ്ഞിട്ട് ഇത് കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു താഴത്തേക്ക് വരുന്നൊരു സിനാരിയോ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് വന്നു, എന്നിട്ട് അത് പിന്നെയും പോയി. ഇന്നലെ അത് താഴത്തേക്ക് വന്നതായിരുന്നു. എന്നിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇന്നത് ഗ്യാപ്പ് അപ്പ് ആയിട്ട് വന്നു. മൊത്തം മാർക്കറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫുൾ ട്രാപ്പ് ആൾക്കാരെ ട്രാപ്പാക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ആ ട്രെൻഡ് ലൈനിലാണ് ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ ലെവലാണ്. ഇവിടുന്ന് ഇത് താഴത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇവിടുന്ന് ഇത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെവലുണ്ട്. പിന്നെ ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഈ ലെവലല്ലത്, ഈ ലെവലുള്ളത്. ഇവിടുന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത്ര ഫോളോ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ട്രേഡ് ഞാൻ നിർത്തി. എനിക്ക് രാവിലത്തെ ആ ഒരു ലോസ് കണ്ടപ്പോൾ തന്നെ ആകെ കിളി പോയി. ഇത് എന്താ അവസ്ഥ, ഓരോ മിനിറ്റിലാണ് ഈ സംഭവങ്ങൾ നടന്നത്. ഇതുണ്ടോ ഇവിടെ ഇതിൽ കാണിച്ചു തരാം, ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം. ഒരു ക്യാൻഡിൽ ഇത്ര പ്രോഫിറ്റ് കാണിച്ചു, എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഒറ്റയടിക്ക് ഇത്ര വന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ക്യാൻഡിൽ ഇവിടെ ഓപ്പണായിട്ട് ഇതുവരെ പോയിട്ട് പിന്നെ തിരിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഇതായത്. അവസ്ഥ ആലോചിക്കണം. ഒരു ക്യാൻഡിൽ പ്രോഫിറ്റ് കാണിച്ചു, അടുത്ത ക്യാൻഡിൽ ഇത്ര 9K സംതിങ് ലോസ്, പിന്നെ തിരിച്ച് മുകളിൽ തന്നെ പോയി. അത് ആൾക്കാരെ എല്ലാ വിധത്തിലും ഇതിലിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ ബൈ ചെയ്താലും സെല്ല് ചെയ്താലും ആൾക്കാർ ട്രാപ്പാവും. കാരണം ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ബൈ ചെയ്യും. എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ എൻ്റർ ചെയ്ത പൊസിഷൻ ഓൾറെഡി SL വെക്കേണ്ടിയിരുന്നു. 25 പോയിൻ്റ് SL വെച്ചതിൻ്റെ ശേഷം ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ആ ഒരു 30 പോയിൻറ്റിൻ്റെ മാത്രമേ SL വരും. ഇത് ഇതിൻ്റെ മൊത്തം 90 ക്വാണ്ടിറ്റീൻ്റെ SL എല്ലാം കൂടി ഒരുമിച്ച് താഴത്തേക്ക് വന്നപ്പോഴാണ് പണിപാളിയത്. എന്തായാലും കുഴപ്പമില്ല. ഇന്നത്തെ ഫുൾ ഡേ ലോസ് റിക്കവറും ചെയ്തു. ഒരു 5K പ്രോഫിറ്റ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്രയായി? അത്യാവശ്യം നല്ലൊരു ഇതായില്ലേ. പിന്നെ ഒരുവിധം സെറ്റപ്പുകളൊക്കെ വർക്ക് ചെയ്തു. ഇത് പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ലോ ഒന്നും അത്ര ക്ലിയറായിട്ട് ടേക്ക് ഔട്ടൊന്നും ആയിട്ടില്ല. ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു ശരിക്കും ഉള്ളത്. ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ആയിരുന്നു ഏറ്റവും നല്ലത്. കാരണം ഈ ഹൈ ബ്രേക്ക് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്യാനും പറ്റൂല, അതും ശരിയാണ്. ഇവിടുന്ന് എങ്ങനെയായാലും ലിമിറ്റ് ഓർഡറൊക്കെ വെച്ച് സെല്ല് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റിൽ ഒന്നാമത് ഈ തൊലിഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ അടുത്ത മാസം മുതൽ, ഈ മാസം എങ്ങനെയായാലും ഇതിൽ പോട്ടെ, ഞാൻ അടുത്ത മാസം മുതൽ വേറെ ഏതെങ്കിലും ഒരു ഇതെടുക്കും. ഒരിക്കലും ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം എടുക്കരുത്. ഫ്രീ ബ്രോക്കറേജ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫുൾ ഉടായ്പ പരിപാടികൾ മാത്രമേ ഉള്ളവരായിൽ. പിന്നെ ഫ്രണ്ടിങ് ഗൈസ് മതി. ഇന്നത്തെ
ഇന്നത്തെ എല്ലാവിധ പരിപാടികളും തീർന്നിരിക്കുകയാണ്. ജി ബോയ്സ്.